ഹലോ, കുരിശ് ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത് ടർക്കിയിൽ പോയപ്പോഴുള്ള ഈജിപ്ഷ്യൻ ബസാർ അല്ലെങ്കിൽ സ്പൈസ് മാർക്കറ്റ് എന്ന് പറയും. പിന്നെ അവിടെ കട്ട്മർ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു ഡെസേർട്ട് കഴിക്കാൻ പോയതിൻ്റെയും കൂടെ വിശേഷമാണ്. അപ്പോൾ വീഡിയോ കാണാം, കമോൺ. ബ്ലൂ മോസ്ക് ആണ്. ബ്ലൂ മോസ്കും ഈജിപ്ഷ്യൻ ബസാറിലേക്കുള്ള വഴി. ഞങ്ങൾ ഈജിപ്ഷ്യൻ ബസാറിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല വ്യൂ ആണ് ബ്ലൂ മോസ്കിൻ്റെ. ഈ വഴി ഇപ്പോൾ ലിഡിയ വെയിറ്റ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഈജിപ്ഷ്യൻ ബസാറിൽ പോകാനുള്ളത്. ഈജിപ്ഷ്യൻ മാർക്കറ്റ്. സ്വർഗം തന്നെ മാമ, സ്വർഗം എന്ന് പറയില്ലേ, ഇതെന്നെ സാധനം. ഇനി നമ്മുടെ കയ്യിലെ കാശൊക്കെ നമ്മുടെ കൈ വിട്ടു പോയി. ഇനി ഞങ്ങൾക്ക് ഡാൻസ് കളിക്കുന്ന ഒരു സൂഫി അപ്പാപ്പൻ്റെ ഒരു പ്രതിമയും കൂടെ വേണമായിരുന്നേ. സോസേജ് ഷോപ്പ്, പക്ഷേ അങ്ങനത്തെ സാധനം മാത്രം കിട്ടിയില്ല. ഡാൻസ് കളിക്കുന്ന നമ്മുടെ സൂഫി അപ്പാപ്പൻ. അതൊക്കെ ഇവന്മാർ ഈ കോപ്പി അടിച്ച് ഉണ്ടാക്കി വെച്ച് അതിൻ്റെയൊക്കെ ക്വാളിറ്റി പോയി. ഒരു രസമില്ല കാണാൻ. ആ കടകളിലും നമുക്ക് ഒരു വെൽക്കം ചെയ്യുമ്പോൾ ആ കടകളിൽ സ്വീറ്റ്സ്, കടകളിലെ എല്ലാ സാധനവും നമുക്ക് ഒരു ഫ്രീ ആയിട്ട് തരും ടേസ്റ്റ് ചെയ്യാനൊക്കെ. ഇത് ഒരു ഷോപ്പാണ്. സ്പൈസസ് ഇട്ട് ഇവരുടെ പല പല സ്പൈസസ്. പേരൊക്കെ വായിക്കാൻ വന്നു കഴിഞ്ഞാൽ കിളി പോവും. അവിടെ ചെട്ടുമല്ലി പൂക്കളൊക്കെ പോലെ ഇതേ ജാസ്മിനൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട ഉണക്കിയ നമ്മുടെ പൂക്കൾ. ഇപ്പോൾ നമ്മുടെ ഭാര്യ ഇതേ സോപ്പ് വാങ്ങിക്കാൻ കയറിയേക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നല്ല മണമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. എന്ത് മണം അത്? ഒലീവിൻ്റെ സോപ്പ് അത്ര. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്നാൾ കയറി പോലെ ഒരെണ്ണം വാങ്ങിച്ചു. സ്വീറ്റ് ഷോപ്പാണ്. ലുക്കിങ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് അന്വേഷിക്കേണ്ടി വന്നതാണ്. ഒക്കെ നോക്കി വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതാണ് ഇവർ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വെൽക്കം ചെയ്യുമ്പോൾ കോഫി തരുന്ന ഗ്ലാസ്. ഇത് നമ്മളൊരു സെറ്റ് വാങ്ങി. ഇതൊക്കെ കോഫി അല്ല, സോറി, ടീ ഒഴിക്കുന്ന ഗ്ലാസ്സാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ പല പല റേഞ്ച് നമ്മുടെ ഭാര്യനെ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ടീയും കോഫിയൊക്കെ ഉണ്ടാക്കണ പാത്രങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഇതൊക്കെ വെറുതെ അച്ചിൽ വാർത്ത് വരുന്നതുകൊണ്ട് ഒക്കെ ഒരു കോപ്പി പേസ്റ്റ് സാധനം പോലെ തോന്നുന്നു. നല്ല സാധനങ്ങൾക്ക് പക്ഷെ നല്ല വിലയുണ്ട്. അതെ, ഒരു സോപ്പിന് 25 ലിറാന്ന്. 25 ലിറാന്ന് പറയുമ്പോൾ ഏകദേശം 100 രൂപയ്ക്ക് മുകളിൽ വരും. കുഴപ്പമില്ല, നല്ല മണമുണ്ട്. അതായത് 1 ലിറ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 പോയിന്റ് ചില്ലറയാണ്. വേറെ സോപ്പ് അവള് കുളിക്കില്ല കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ പഴയ സ്റ്റൈലിൽ നല്ലതാണ്. സോപ്പിൽ കുടിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ. അവളിപ്പോഴും മറ്റേ ബോഡി വാഷ്. നീ ഏതെങ്കിലും നല്ല മണം നോക്കി എടുക്കുക. പക്ഷെ എന്താ കളർന്ന് നോക്കിയാൽ മൊത്തത്തിൽ ഇവിടെയൊക്കെ കിളി പോണ രീതിയിലുള്ള കളറുകളാണ്. നല്ല മണം സ്പൈസസിൻ്റെയും കോഫിയുടെയും.
കടകളാണെങ്കിലും ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മളൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇതുപോലെ. അങ്ങനെ ഞങ്ങൾ വില പേശി ഒരു കോഫി ഉണ്ടാക്കുന്ന ചെറിയൊരു ഇതൊന്നൊരു പാത്രം വാങ്ങി, നീണ്ട കെറ്റിൽ. രാവിലെ തന്നെ ആളുകളെയും കൊണ്ടൊക്കെ ജോലിക്കാരെയും ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ട്രാംവേ ആണ്. അതും ഇവിടെ കാണുന്നതും ഈ ട്രാമിന്റെ വേ തന്നെയാണ്. കട്ട്മർ കഴിക്കാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ കടയിൽ തന്നെ വീണ്ടും തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോണ വഴിക്കാണ്. ഇതാണ് ബ്ലോക്ക് ഇവിടുത്തെ ഇവിടെ, രക്ഷയില്ലാത്ത ബ്ലോക്ക്. അപ്പോൾ നമ്മളിവിടെ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഓടിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ടാക്സിക്കാരോ ഇവിടുത്തെ ലോക്കൽ ഡ്രൈവർമാരില്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മളെപ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മൾ വലത്ത് വശത്തേക്ക് നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്യുക. പക്ഷേ ശരിക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. എന്താ വെച്ചാൽ ഇവിടെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം ലെഫ്റ്റ് സൈഡിലാണ്. ട്രാമുകളൊക്കെ പോകുന്നു. ഞങ്ങളിനി റോഡ് ക്രോസ് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ പെടാവും വണ്ടി ഇടിച്ച്. ഈ സഫ എന്ന് പറയുന്ന കടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന കഷ്ടപ്പാടാണ്. ഇതാണ് സഫ, ലൈവ് കട്ട്മർ ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്പാണ്. ഇന്നലെയും കഴിച്ചു. അപ്പോൾ അവൾക്ക് ഇന്നും വേണമെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ തുർക്കിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അത് കഴിക്കാൻ ഞങ്ങളൊരു അരമണിക്കൂറോളം നടന്ന അവസാനം സഫ എന്ന് പറയുന്ന ഷോപ്പിൽ കിട്ടി. ഇതാണ് ഈ സാധനം. എങ്ങനെയുണ്ടടി? കട്ട്മർ. അപ്പോൾ മറക്കണ്ട, സഫ എന്ന് പറയുന്ന ബേക്കറിയിൽ അത് ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, എല്ലാവരും ഈ ബേക്കറിയിൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം കിട്ടിയതാണ്. ഇതാണ് മുതൽ, കട്ട്മർ വിത്ത് ഐസ്ക്രീം. അപ്പം നമ്മുടെ തുർക്കിഷ് കോഫിയും കട്ട്മർ വിത്ത് ഐസ്ക്രീം കേട്ടോ. ഈ കോഫി കുടിക്കുമ്പോൾ ഉണ്ടല്ല, ഒരു കൂട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. അങ്ങനെ പറന്നു പോണ കിളികളൊക്കെ പിടിക്കാം. അതായത് നമ്മുടെ ചെവിട്ടിക്കോടെയും കണ്ണിക്കോടെയും മൂക്കിക്കോടെയും ഒക്കെ കിളികൾ വറുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പി ഒരു 5 ഇരട്ടി സ്ട്രോങ്ങിൽ എങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ പറ്റും, അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് കാരനാണോ അതോ ഇനി ഇതിൽ മിക്സ് ചെയ്യാനോ എന്നറിയില്ല. കയ്പ്പ് കാരനായിരിക്കും. നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യണേ. ഞങ്ങൾ ക്ഷീണിച്ചത് കൊണ്ട് ഒന്ന് ഉഷാറാൻ വേണ്ടി കഴിച്ചത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ ഒരു ട്രാം പോകുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. കൂടെ കൂട്ടാൻ പറ്റാവുന്ന ചാനലായിട്ട് തോന്നുകയാണെങ്കിൽ കുരിശ് ജംഗ്ഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ജോഫി ജോസ്.